Watch full episodes on Jio Hotstar. നിങ്ങൾ എല്ലാരും ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഡ്രാഗനെ നോക്കിട്ട് വരാം. അതിവിടെ എവിടെയെങ്കിലും കാണും. എവിടെയാ പോയത് ആ ഡ്രാഗൻ? എനിക്കതിനെ തേടി കണ്ടുപിടിക്കണം. This dragon looks dangerous. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയുന്നത് വരെ ആരും സ്കൂൾ വിട്ട് ഒരിടത്തും പുറത്തു പോകാൻ പാടില്ല. മിസ് സെക്യൂരിറ്റി, നിങ്ങൾ ആ മാജിക്കൽ ബീസിന് എല്ലാവരോടും വിജിലന്റ് ആയിട്ട് ഇരിക്കാൻ പറയൂ. എനിക്ക് സ്കൂളിന്റെ ഓരോ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളും ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. സ്റ്റുഡൻസിന്റെ സെക്യൂരിറ്റിയിൽ ഒരു ചെറിയ തെറ്റ് പോലും സംഭവിക്കാൻ പാടില്ല. യെസ് മാഡം. നീ അങ്ങോട്ട് ചെല്ലേ, നീ ഈ വഴിക്ക് ചെല്ലേ. നിനക്ക് വേണോ? ഇനിയും വേണോ? വല്ലാതെ വിശക്കുന്നു. ആ ഡ്രാഗനെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഞാനിതുവരെ ആ ഡ്രാഗനെ കണ്ടില്ലല്ലോ. ഹലോ, എന്താ അവിടെ ഒരു ശബ്ദം? എത്രയും വേഗം ആഹാരം കഴിച്ചിട്ട് റൂമിലേക്ക് ചെല്ലേ. ആ ഡ്രാഗനെ വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോ എവിടെ വേണമെങ്കിലും വരാം. മിസ് സെക്യൂരിറ്റി, എന്നാ പിടിച്ചോളൂ നിങ്ങൾ ഓർഡർ ചെയ്ത ആഹാരം. ഞാൻ ചെന്ന് ഐസ്ക്രീം എടുത്തോണ്ട് വരാം. ഡ്രാഗൻ ആരാ ഫ്രിഡ്ജിനകത്ത്? പുറത്തേക്ക് വാ, പുറത്തേക്ക് വാ. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡിറ്റക്ഷൻ ഇടും. സോറി, ഓടിക്കോ. നമ്മൾ എത്രയും വേഗം ഡ്രാഗനെ തേടി കണ്ടുപിടിക്കണം. ഇതെങ്ങനെ ഇവിടെ വന്നേ? മാറി നിൽക്ക്.
Ibaiska magical wall creator. Ibaiska water waves creator. രുദ്ര വാ ഇവിടുന്ന് പോകാം. ഡ്രാഗൺ വളരെ ദേഷ്യത്തിലാ. നിങ്ങൾ കണ്ടായിരുന്നോ മാഡം? ഈ ഡ്രാഗൺ നമ്മുടെ സ്കൂളിന് വലിയ അപകടമായി തീരും. അതുകൊണ്ട് ഞാൻ ഡ്രാഗൺ ഹണ്ടറിനെ വിളിച്ചേക്കുവാണ്. ഇതിന് ഡ്രാഗൺ ഹണ്ടറിന് മാത്രമേ പിടിച്ചു നിർത്താൻ കഴിയൂ. പക്ഷെ മാഡം കനുങ്കു, ഇത്രയും ഷോർട്ട് നോട്ടീസിൽ നിങ്ങൾക്ക് എങ്ങനെയാ ഡ്രാഗൺ ഹണ്ടറെ കിട്ടിയത്? രുദ്ര, അത് നമ്മുടെ ഭാഗ്യമാണെന്ന് കരുതിക്കോ. കോഇൻസിഡൻസ് ആയിട്ട് ഡ്രാഗൺ ഹണ്ടറാണ് എനിക്ക് ഫോൺ ചെയ്തത്. അയാൾ പറയുമായിരുന്നു, മാഡം കാനുങ്കു, അഡ്വാൻസ് മാജിക്കൽ സ്കൂളിനെ പറ്റി അയാൾ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന്. അയാൾ നമ്മളെ എല്ലാവരെയും കാണാൻ വരാമോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ പ്രശ്നത്തിലാ. അതുകൊണ്ട് ഞാൻ അയാളോട് വരാൻ പറഞ്ഞു. ഈ ഡ്രാഗണിനെ പറ്റി അയാളോട് ഞാൻ പറഞ്ഞായിരുന്നു. അയാൾ സ്വയം നമ്മളെ ഇതിൽ നിന്ന് രക്ഷിക്കാമെന്നും പറഞ്ഞു. ഹാ, ഹലോ മാഡം കാനൻകോ. ഹലോ കുട്ടികളെ, നിങ്ങൾ ആരും ആ ഡ്രാഗനെ കണ്ട് പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മാഡം കാനൻകോ, നിങ്ങൾ എല്ലാ കുട്ടികളെയും സ്കൂളിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സുരക്ഷിതരായിട്ട് ഇരുന്നോളൂ. ആ ഡ്രാഗനെ പിടിക്കേണ്ട ചുമതല ഇനി എന്റേതാണ്. ആ ഡ്രാഗണ് ഗ്രീൻ കളറാണെന്നാണല്ലോ ഞാൻ കേട്ടത്. മരങ്ങളുടെ നിറവും അതുപോലെ തന്നെ ഗ്രീൻ കളറാണ്. അതുകൊണ്ട് ചിലപ്പോൾ അത് കാടുകളിലായിരിക്കും പതുങ്ങിയിരിക്കുന്നത്. ഞാൻ അതിനെ ജംഗിളിൽ വെച്ച് പിടിച്ചോളാം. മാഡം കാനുങ്കു, ഐ എം സർപ്രൈസ്ഡ്. നമ്മുടെ സ്കൂളിലോട്ട് ഡ്രാഗൺ വന്നത് അതേ സമയത്തിൽ ഈ ഡ്രാഗൺ ഹൺഡ്രഡും കോയിൻസിഡന്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നത്. ഏത് ഡ്രാഗനാണോ സ്കൂളിലോട്ട് വന്നത് അത് ഇതുവരെ ആരെയും ഹാം ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് അത് സ്വയം പേടിച്ചിരിക്കുവാണെന്ന്. ഒരു പക്ഷേ അത് ഡ്രാഗൺ ഹൺഡ്രഡിനെ കണ്ട് പേടിച്ചിരിക്കുവാണോ? അതിവിടെ പതുങ്ങിയിരിക്കാനുള്ള സ്ഥലം തേടി വന്നതായിരിക്കും. രുദ്ര, ഒരു പക്ഷേ നീ പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷെ ഏതെങ്കിലും സ്റ്റുഡൻസിന് എന്തെങ്കിലും സംഭവിച്ചാൽ സ്കൂൾ തന്നെ പൂട്ടിപ്പോകുന്നത്. ഡ്രാഗൺ ഹണ്ടറിന് അയാളുടെ ജോലി ചെയ്യാൻ സമ്മതിക്കേ. സ്റ്റുഡൻസ്, നിങ്ങൾ എല്ലാവരും സ്കൂളിനകത്തേക്ക് പോകൂ. പോയി ആ ഗ്രീൻ ഡ്രാഗനെ കണ്ടെത്തേ. സെന്റോർ, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഒരു ഡ്രാഗൺ ഹണ്ടർ പാവം ഒരു ഡ്രാഗനെ വേട്ടയാടിക്കൊണ്ടിരിക്കുവാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ആ ഡ്രാഗൺ ഹണ്ടറിനെ ഇവിടുന്ന് ഓടിക്കണം. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഹലോ ഹലോ ഡ്രാഗൺ, എവിടെയാണ് നീ മിണ്ടാതെ വിളിച്ചിരിക്കുന്നേ? ദാ നിന്റെ കൂട്ടുകാരൻ നിന്നെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്റെ അടുത്തേക്ക് വരൂ. കമോൺ, എന്റെ അടുത്തേക്ക് വാ. എന്നെ കടിച്ചല്ലോ. ആരാ ആരാ എന്നെ കടിച്ചത്? എന്റെ മുന്നിലേക്ക് വാ. ആരാ ആരാതെ? എന്റെ മുന്നിലേക്ക് വാ. മുന്നിലേക്ക് വരാൻ. ആരാ എന്നെ പുറകെ വരുന്നത്? മുന്നിൽ വാ. ഞാൻ വെറുതെ വിടില്ല. എന്റെ പേര് ഡ്രാഗൺ ഹണ്ടർ എന്നാണ്. ഡ്രാഗൺ ഹണ്ടർ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഡ്രാഗൺ, നീ ഇത്ര പെട്ടെന്ന് തന്നെ ഈ കാട്ടിലുള്ള ജീവികളെ മുഴുവൻ കൂട്ടുകാരാക്കി മാറ്റിയല്ലേ? നിങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് എന്നെ കളിയാക്കുകയാണല്ലേ? പക്ഷെ ഒരു കാര്യം കേട്ടോ, ഒറ്റ ഒരുത്തിനെ ഞാൻ വെറുതെ വിടില്ല. എന്റെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാറ്റിന്റെ അവസാനമായിരിക്കും. ആ ഡ്രാഗൺ ഈ കാട്ടിൽ നിന്നും എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല. നിങ്ങൾ എല്ലാവരും ഒത്തുചേർന്നാലും അവനെ രക്ഷിക്കാനാവില്ല. താങ്ക് യു സെന്റോർ. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സഹായമുണ്ടായി. എനി ടൈം രുദ്ര. മൈര, വരുൺ, പകൽ സമയത്ത് ഡ്രാഗൻ ഒരുപാട് വിശന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഡൈനിങ് ഹാളിലോട്ട് വന്നത്.
പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ഒരു പക്ഷെ അത് പിന്നെയും വീണ്ടും വന്നാലോ? രുദ്ര, എന്നാൽ നമ്മൾ ഡൈനിങ് റൂം മാത്രം വാച്ച് ചെയ്താൽ മതിയല്ലോ. ഡ്രാഗൺ കൂട്ടുകാരാ, നിനക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് എന്നോട് പറയാമായിരുന്നില്ലേ? എത്ര നേരത്തേക്കാണ് നീ എന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഓടിക്കളിക്കുന്നത്? നോക്ക് നോക്ക്, ഞാൻ നിന്നെ എന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്. മര്യാദയ്ക്ക് വാ. വരാനാ പറഞ്ഞേ. ഇതൊക്കെ എന്താണ്? വരൂ, നമുക്ക് അവനെ ഫോളോ ചെയ്തിട്ട് പോകാം. ഡ്രാഗൻ എവിടെയാ താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അതോടൊപ്പം അതിന് 3 കുട്ടികളുമുണ്ടല്ലോ. അത് ശരി, അതുകൊണ്ടല്ലേ ഇത് ആരം തേടി വന്നത്. ഓ, അതുകൊണ്ടാണല്ലേ നമ്മൾ എല്ലാരും വെറൈറ്റി ഓടിച്ചത്. നീ അത് കണ്ടോ, എന്ത് ക്യൂട്ടായ കുട്ടികളല്ലേ. ഡ്രാഗൻ കൂട്ടുകാരാ, ഞങ്ങൾ കാരണം നിനക്ക് ഒരു ആപത്തും ഉണ്ടാവില്ല. അവിടെ നിൽക്ക്. Ibaiska Surasha Kavach Creato. അല്ല, നമ്മൾ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുന്നത് നമ്മൾ അതിന്റെ ഫ്രണ്ട് ആണെന്ന്, അതിനെ രക്ഷിക്കാൻ വന്നതാണെന്ന്? ഇതിനെ തനിച്ചങ്ങ് വിട്ടേക്കാം. നീ ഇതെന്താ ചെയ്തത്? നീ ഡ്രാഗനെ വെറുതെ വിട്. അതിന് 3 കുട്ടികളുണ്ട്. അതിന്റെ അമ്മയുടെ ആവശ്യമുണ്ട്. ഓ വാവ്, അമ്മയോടൊപ്പം കുട്ടികളെയും ഫ്രീ ആയിട്ട് കിട്ടിയോ? വാവ്, വെരി ഗുഡ്. ഡ്രാഗൺ ഹണ്ടർ, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അവൾ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാ ചെയ്തത്? ഞാൻ ഡ്രാഗൺ ഫയറിനെ പിടികൂടിയിട്ട് അതിന്റെ ഡ്രാഗൺ ഫയർ എന്റെ ഉള്ളിൽ ഫീഡ് ചെയ്യുകയാണ്. ഈ ഗ്രീൻ ഡ്രാഗണിൽ ഒരുപാട് പ്രത്യേകതയുള്ള ഫയർ പവർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പവർ ഹൗസ് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് കിട്ടാറില്ല. ഞാൻ അതിനെ പിടിച്ചു കഴിഞ്ഞാൽ എന്റെ ഫയർ പവർ ഇത്രത്തോളം വലുതായി മാറും. അങ്ങനെ എനിക്കെന്തും ചെയ്യാൻ സാധിക്കും. ഇനി ആർക്കും രക്ഷപ്പെടാനാവില്ല, നിനക്ക് പോലും. ഡ്രാഗൺ ഹണ്ടർ, രുദ്രന്റെ പ്രായത്തിനെയും രുദ്രന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. രുദ്ര, നീ എത്ര വേണമെങ്കിലും ശ്രമിച്ചു നോക്കിക്കോളൂ, പക്ഷേ നിനക്ക് വിജയിക്കാൻ സാധിക്കില്ല. അങ്ങോട്ട് പോ, എന്നിട്ട് ആ കുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കേ. അന്തർ മന്തർ കാലികലന്തർ ചൂ. മൈര, നീ എന്താ ഈ ചെയ്തത്?
ഇത് പോരാട്ടത്തിനുള്ള സമയമല്ല. രുദ്ര, എനിക്ക് വേറെ ചില അത്യാവശ്യ ജോലികളുണ്ട്. നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. രുദ്ര സൂക്ഷിച്ച്, അത് വളരെ ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നു. വരുൺ, നീ വിഷമിക്കാതിരിക്കെ, ഞാൻ നോക്കിക്കോളാം. പേടിക്കണ്ട, ഞാൻ നിന്റെ കൂട്ടുകാരനാണ്. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലേ, ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. രുദ്ര അങ്ങോട്ട് നോക്ക്. ഞാൻ അവനെ ഫോളോ ചെയ്യട്ടെ. ഈ കുട്ടികൾ ഒരിക്കലും അപകടത്തിലോട്ട് പോകരുത്. മൈര, വരുൺ, ഇതിനെ കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിച്ചോണേ. സാധ്യമല്ല. ഇത് ഡ്രാഗന്റെ ഇതിഹാസത്തിൽ ആദ്യമായി സംഭവിച്ചതാണ്. ഗ്രീൻ ഡ്രാഗൺ തന്റെ മുകളിൽ ഒരാളെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നത്. ഇവന് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. ഇവന്റെ സുഹൃത്ത് ആരാണെന്നും ഇവരുടെ ശത്രു ആരാണെന്നും. ഇനി നിന്നെയാണ് പഠിപ്പിക്കേണ്ടത്. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തില് വിജയിക്കുന്നത് എപ്പോഴും നന്മയായിരിക്കും. പോയാ പോയാ അങ്ങനെ സംഭവിക്കില്ല. ഡ്രാഗൺ ഹണ്ടറിന്റെ ശരീരത്തിനകത്ത് ചൂടുള്ളത് വരെ, ഫയർ പുറത്തു വരുന്നത് വരെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. വേണ്ട, ഇത് നിർത്ത്. വേണ്ട രുദ്ര, ഇത് നിർത്ത്. എന്നെ പുറത്തെടുക്ക്. ഞാൻ കീഴടങ്ങുന്നു. എനിക്ക് ഒന്നും വേണ്ട, ഒന്നും തന്നെ വേണ്ട. പ്ലീസ്
പ്ലീസ് എന്നെ പുറത്തെടുക്ക്, എന്നെ ഒന്ന് പുറത്തെടുക്ക്. വാ, എത്ര സുന്ദരമായ കുട്ടികളാണ്. മാഡം കാനുഗോ, ഈ ഡ്രാഗൻ ഒരു പാവമാണ്. ഡ്രാഗൺ ഹണ്ടറിൽ നിന്നും സ്വയം പിന്നെ അതിന്റെ കുട്ടികളെ രക്ഷിക്കാനായിട്ടാണ് വന്നത്. ഐ റിക്വസ്റ്റ്, ഇതിന് തോന്നുന്ന സമയം വരയ്ക്കും നിങ്ങൾ ഇതിനെ ഇവിടെ ഇരിക്കാൻ അനുവദിക്കണം. ഓഫ് കോഴ്സ് രുദ്ര, നമ്മളെല്ലാരും ഈ ഡ്രാഗൺ അപകടകാരിയാണെന്ന് വിചാരിച്ചു. പക്ഷെ നീയാണ് ശരിക്കും കാര്യം മനസ്സിലാക്കിയത്. ചില സമയം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതൊന്നും സത്യമായിരിക്കണമെന്നില്ല. താങ്ക് യു സോ മച്ച്. ഡ്രാഗൺ ഹണ്ടറിന്റെ ശിക്ഷ സർ മജസ്റ്റിക്ക് കൊടുക്കുന്നതാണ്. ഈഗിൾ മാൻ, അയാൾ അവിടേക്ക് കൊണ്ടുപോകൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.